എന്താണ് ഇനിമേലിൽ മുഖ്യമന്ത്രിയെയോ മറ്റു മന്ത്രിമാരെയോ പരാമർശിക്കുന്നിടത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് പരാമർശിക്കണം. ബഹുമാനമില്ലാതെ വെറുതെ മുഖ്യമന്ത്രി എന്നു, വെറുതെ റവന്യൂ മന്ത്രി എന്നു, വെറുതെ കൃഷി മന്ത്രി എന്നു, വെറുതെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി എന്നു, വെറുതെ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി എന്നു, വെറുതെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി എന്ന് പറയാൻ പാടില്ല. ആ മന്ത്രിയെ പറ്റി പറയുമ്പോൾ ബഹുമാനപ്പെട്ട ആ ചേർക്കണം. ഇപ്പോൾ ചിഞ്ചു റാണി എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട്. അവരെക്കുറിച്ച് ആളുകൾക്ക് ബഹുമാനം കുറഞ്ഞു പോയോ എന്ന് ഇപ്പോൾ സർക്കാർ സംശയിക്കുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി എന്ന് പറയും. അതുപോലെ വീണ ജോർജിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിണി വീണ ജോർജ് എന്ന് പറയും. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ ഇനിമേലിൽ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും ആ വില്ലേജ് ഓഫീസർമാർക്കാണെങ്കിലും ഒക്കെ അവർക്ക് മേലിൽ ശമ്പളം കിട്ടുള്ളൂ. ഈ ബഹുമാനം എന്ന് പറയുന്നത് കാശ് കൊടുത്ത് മേടിക്കാൻ കിട്ടുന്ന കാര്യമല്ല. ആളുകളുടെ ഉള്ളിൽ നിന്ന് സ്വയമേവ ഉണ്ടായി വരേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാനൊരു മഹാനാണ് എന്ന് എനിക്ക് അഭിപ്രായം പോരാ. ആ മഹാനാണ് എന്ന് തോന്നൽ മറ്റുള്ളവർക്കുണ്ടാകും. അപ്പോഴേ ബഹുമാനിക്കൂ. അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു അപകർഷതാ ബോധമുണ്ടാവും. എന്നെ കണ്ടാൽ ആരും ബഹുമാനിക്കുന്നില്ല, എന്നെ കാണുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ആ തോളത്ത് കിടക്കുന്ന രണ്ടാം മൂണ്ടെടുത്ത് അരയിൽ കിട്ടുന്നില്ല എന്നൊക്കെ എനിക്ക് തോന്നാൻ തുടങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടാവും. പിന്നെ ജനങ്ങൾ സ്നേഹിച്ച മുഖ്യമന്ത്രിമാരുണ്ട്. ഇപ്പോൾ ഈ കെ നായനാരെ ആളുകൾക്ക് സ്നേഹമായിരുന്നു. ഉമ്മൻചാണ്ടിയെ വലിയ സ്നേഹമായിരുന്നു. വി എസ് അച്യുതാനന്ദനോട് ആളുകൾക്ക് ന്യായമായ ബഹുമാനവും ആദരവും ഉണ്ട്. അച്യുതമേനോടും അതുപോലെ തന്നെ. EMS നമ്പൂതിരിപ്പാടിനെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള ഭരണ മികവ് കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ മറ്റ് കഴിവുകൾ കാരണം അദ്ദേഹത്തെ ബഹുമാനിച്ചു. ആർ ശങ്കറിൻ്റെ തലയെടുപ്പും ഗാംഭീര്യവും ഒക്കെ കണ്ടാൽ ബഹുമാനം ഇല്ലാത്തവനാണെങ്കിലും ഇരിക്കുന്നവന് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പോകാൻ ആ രീതിയിലുള്ള ഒരു ആകാര സുഷമയും ഗാംഭീര്യമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ജനങ്ങളുടെ ആ സ്നേഹാദരവുകൾ പിടിച്ചു പറ്റുക. അപ്പം അങ്ങനെ നമ്മുടെ കാരണഭൂതൻ്റെ ഭരണം 9 കൊല്ലം കഴിഞ്ഞ് 9.5 കൊല്ലം കഴിഞ്ഞ് 9.25 കൊല്ലം ആയപ്പോഴാണ് പെട്ടെന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ഒരു അണ്ടർ സെക്രട്ടറിക്ക് ഒരു ഉൾവിളി ഉണ്ടായിട്ട്, അവിടെ ഒരു അണ്ടർ സെക്രട്ടറിക്ക് പെട്ടെന്ന് ഒരു ഉൾവിളി ഉണ്ടായിട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുക. അതോ കാരണഭൂതൻ തന്നെ പറഞ്ഞ് ജയിച്ചാണോ എന്ന് സംശയമുണ്ട്. കാരണം ഇത് ഭരണപരിഷ്കാര വകുപ്പിൽ നിന്നാണ് ഈ കിതാബ് അല്ലെങ്കിൽ ഈ കടലാസ് വന്നിട്ടുള്ളത്. അത് മുഖ്യൻ നേരിട്ട് ഭരിക്കുന്നതാണ്. ആ വകുപ്പിൽ നിന്ന് ഒരു ഇണ്ടാസ് ഇറങ്ങിയിരിക്കുകയാണ്.